സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. എല്ലാം തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നേതാവ്. പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നേതാവ് ആരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. ഇ.വി. രാമസ്വാമി നായ്ക്കറാണ് പെരിയോർ എന്ന് അറിയപ്പെട്ടിരുന്നത്. പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞത് ആരാണ്? പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ആരന്തരിച്ചപ്പോഴാണ് ജവഹർലാൽ നെഹ്റു ഇപ്രകാരം പറഞ്ഞത്? ഗാന്ധിജി അന്തരിച്ചപ്പോഴാണ്. കർമ്മയോഗി എന്ന മാസിക ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. മാസികയുടെ പേര് കർമ്മയോഗി. ആരംഭിച്ചത് ആരാണ്? അരബിന്ദ ഘോഷാണ്. കർമ്മയോഗി എന്ന മാസിക ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അരബിന്ദ ഘോഷ്. താഴെ പറയുന്നവയിൽ ഏത് സംഘടനയാണ് കക്കോരി ട്രെയിൻ കൊള്ളയുമായിട്ട് ബന്ധമുള്ളത്? കക്കോരി ട്രെയിൻ കൊള്ളയുമായിട്ട് ബന്ധമുള്ളത് ആരാണ്? ഏത് സംഘടനയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ആണ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ആണ് കക്കോരി ട്രെയിൻ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട സംഘടന. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനം ആയിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന് ചോദിച്ചാൽ ഏതാണ്? നവംബർ 11. നവംബർ 11. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്ന ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിലെ തെറ്റായത് ഏത് എന്നാണ് ചോദ്യം. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ആരെ എന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. പ്രോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതിയുടെ കർത്താവാരാണ്? ദാദാഭായ് നവറോജിയാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും അദ്ദേഹമാണ്. അടുത്തത്, ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പഴി പറയേണ്ടത്. ആരുടെ വാക്കുകൾ ആണിത്? ആരുടെ വാക്കുകൾ? ഉത്തരം അംബേദ്കറാണ്. അംബേദ്കറാണ് ഇപ്രകാരം പറഞ്ഞത്. എന്താണ്? ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പഴി പറയേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ്? അംബേദ്കർ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. 1916 ലക്നൗ സമ്മേളനം. അഭിനവ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്? അഭിനവ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത് അണ്ണാ ഹസാരെയാണ്. അണ്ണാ ഹസാരെയാണ് അഭിനവ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്. അണ്ണാ ഹസാരെ. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ആരാണ്?
സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. താഴെ പറയുന്ന നൃത്തരൂപങ്ങളിൽ ഏതാണ് തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ചത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഒഡീസി, ഭരതനാട്യം, കഥക്, കുച്ചിപ്പുടി. ഇതിൽ തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഭരതനാട്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഭരതനാട്യം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്ത വർഷം 1858 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? പാൻക്രിയാസ് ആണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു ആണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപു. സസ്യങ്ങളിലെ ശ്വസനവാതകം O2 ആണ്. സസ്യങ്ങളിലെ ശ്വസനവാതകം O2. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം മോണോട്രോപ്പയാണ്. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും പോഷണം നടത്തുന്ന സസ്യം ഏതാണ്? മോണോട്രോപ്പ. സങ്കര ഇനം വെണ്ട ഏതാണ്? സങ്കര ഇനം വെണ്ട ഇവിടെ തന്നിരിക്കുന്നു അക്ഷയ, ഹരിത, സൽകീർത്തി, അന്നപൂർണ. ഇതിൽ സങ്കര ഇനം വെണ്ട സൽകീർത്തിയാണ്. ഓപ്ഷൻ സി സൽകീർത്തി. ചുവടെ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ അവർ കൂടുതലായിട്ട് കാണപ്പെടുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് ഗദ്ദീസ്, ലെപ്ച, ലുഷായ്, വാർലി. റൈറ്റ് സൈഡിൽ ഹിമാചൽ പ്രദേശ്, സിക്കിം, മിസോറം, മഹാരാഷ്ട്ര. ഇവിടെ തന്നിരിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ അവർ കൂടുതലായിട്ട് കാണപ്പെടുന്ന സംസ്ഥാനവുമായിട്ട് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി A1. ഗദ്ദീസ് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഗദ്ദീസ് ഹിമാചൽ പ്രദേശ്. അതുപോലെ ലെപ്ച സിക്കിമാണ്. ലുഷായ് മിസോറം, വാർലി മഹാരാഷ്ട്ര. ഗദ്ദീസ് ഹിമാചൽ പ്രദേശ്, ലെപ്ച സിക്കിം, ലുഷായ് മിസോറം, വാർലി മഹാരാഷ്ട്ര. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 4 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ ശരിയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. കേരളത്തിലെ ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായത് ഏത്? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു തെയ്യങ്ങളുടെ നാട് കണ്ണൂർ, കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ, അക്ഷരനഗരം കോട്ടയം, സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. കേരളത്തിൻ്റെ ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട വിശേഷണങ്ങളിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 ശരിയാണ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. ശരിയാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. ശരിയാണ്. അക്ഷരനഗരം കോട്ടയമാണ്. ശരിയാണ്. സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ് സാംസ്കാരിക തലസ്ഥാനം. തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനം. അടുത്തത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഓപ്ഷൻ എ പ്രാഥമിക മേഖല. ശബ്ദത്തിന്റെ ആവൃത്തി അളക്കുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്? ശബ്ദത്തിന്റെ ആവൃത്തി അളക്കുന്ന യൂണിറ്റാണ് ഹെഡ്സ്. ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് 230 ആണ്. 230.
ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് എവിടെയാണ്? ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് ഭൂമധ്യരേഖയിലാണ്. ഭൂമധ്യരേഖയിൽ. എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രത ഉള്ളത്? എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രത ഉള്ളത്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രത ഉള്ളത്. വ്യത്യസ്ത തരം തന്മാത്രകൾക്കിടയിലുള്ള ബലം. വ്യത്യസ്ത തരം തന്മാത്രകൾക്ക് ഇടയിലുള്ള ബലം അഡ്ഹീഷൻ ആണ്. ഓപ്ഷൻ സി അഡ്ഹീഷൻ. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലാണ് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ്. വയനാട് പീഠഭൂമി. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങില് ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ഉമയമ്മ റാണിയാണ്. ഉമയമ്മ റാണി. 1926 നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? 1926 നടന്ന ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? മുത്തുസ്വാമി. ഓപ്ഷൻ ഡി മുത്തുസ്വാമി. ആറ്റിങ്ങൽ കലാപാനന്തരം മാർത്താണ്ഡവർമ്മ, അലക്സാണ്ടർ ഓം എന്നിവർ ചേർന്ന് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്? വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം 1723 1723. ആരൊക്കെ ചേർന്നാണ്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമുമാണ്. ഏത് കലാപത്തിന് ശേഷമാണ്? ആറ്റിങ്ങൽ കലാപാനന്തരം. ആറ്റിങ്ങൽ കലാപാനന്തരം മാർത്താണ്ഡവർമ്മ, അലക്സാണ്ടർ ഓം എന്നിവർ ചേർന്ന വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷമാണ് 1723. ചെങ്കല്ലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത്. ചെങ്കല്ലിലെ ഇതിഹാസം ഫത്തേപൂർ സിക്രിയാണ്. ചെങ്കല്ലിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് 1797 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത്. അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം ഏതാണ്? അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 1961 1961 അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ ആരായിരുന്നു? പിനാക്കി ചന്ദ്രഘോഷ്. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ പിനാക്കി ചന്ദ്രഘോഷ്. ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ ആണ് ഓക്സിൻ. ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ ഏതാണ്? ഓക്സിൻ. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം അലോക് റാവത്താണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം ആരാണ്? അലോക് റാവത്ത്. പോളിഡിപ്സിയ എന്താണ്? പോളിഡിപ്സിയ എന്നത് അമിത ദാഹമാണ്. പോളിഡിപ്സിയ അമിത ദാഹം. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക. പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തി. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. യുക്തിവാദി പത്രത്തിന്റെ സ്ഥാപക എഡിറ്റർ. 1938 സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു. പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. ഒന്നുകൂടി നോക്കാം. വിദ്യാപോഷിണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തി സഹോദരൻ അയ്യപ്പൻ. കൊച്ചി മന്ത്രിസഭയിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ. യുക്തിവാദി പത്രത്തിന്റെ സ്ഥാപക എഡിറ്റർ. 1938 സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചു.
അടുത്ത ചോദ്യം, ആരുടെ യഥാർത്ഥ നാമമാണ് കാതറിൻ മേരി? കാതറിൻ മേരി എന്നത് ആരുടെ യഥാർത്ഥ നാമമാണ്? സരളാബെൻ, ഗാന്ധിജിയുടെ ശിഷ്യയായിരുന്ന സരളാബെന്നിന്റെ യഥാർത്ഥ നാമമാണ് കാതറിൻ മേരി. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് ഏതെല്ലാം? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച മറാത്ത പത്രമാണ് കേസരി. മറാത്ത എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ശരിയായത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. ശരിയായത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. ബാലഗംഗാധരൻ ആരംഭിച്ച മറാത്ത പത്രമാണ് കേസരി. കേസരി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. കേസരി എന്ന പത്രം ഏത് ഭാഷയിലുള്ളതായിരുന്നു? മറാത്ത ഭാഷയിലുള്ളതായിരുന്നു. മറാത്ത എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ്. പത്രത്തിന്റെ പേര് മറാത്ത. മറാത്ത എന്നത് ഏത് ലാംഗ്വേജിലുള്ള പത്രമായിരുന്നു? ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരുന്നു. ആരംഭിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ഇനി ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ശരിയാണ്. ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന പുസ്തകം രചിച്ചത് വാലന്റൈൻ ഷെറോൾ ആണ്. വാലന്റൈൻ ഷെറോൾ. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 21 ആണ്. അനുച്ഛേദം 21 ആണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന അനുച്ഛേദം. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 32 ആണ്. അനുച്ഛേദം 32 ആണ് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് അറിയപ്പെടുന്ന അനുച്ഛേദം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കറാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി. പാർലമെന്റിൽ ചോദ്യോത്തര വേളയിൽ വാക്കാലുള്ള മറുപടി നൽകുന്നത് ഏത് തരം ചോദ്യങ്ങൾക്കാണ്? വാക്കാലുള്ള മറുപടി നൽകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ, ലഘു നോട്ടീസ് ചോദ്യങ്ങൾ, നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾ. ഇതിൽ വാക്കാലുള്ള മറുപടി നൽകുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ. നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾക്കും ലഘു നോട്ടീസ് ചോദ്യങ്ങൾക്കുമാണ് വാക്കാലുള്ള മറുപടി ലഭിക്കുന്നത്. നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങൾക്ക് രേഖാമൂലമുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ റിട്ടേൺ ആൻസേഴ്സ് ആയിരിക്കും ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, ഷിയോനാഥ് നദി ഏതിന്റെ പോഷക നദിയാണ്? ഷിയോനാഥ് നദി മഹാനദിയുടെ പോഷക നദിയാണ് ഷിയോനാഥ് നദി. സ്വകാര്യവൽക്കരിച്ച ആദ്യത്തെ നദി ഏത് എന്ന് ചോദിക്കാറുണ്ട്. അത് ഷിയോനാഥ് നദിയാണ്. സ്വകാര്യവൽക്കരിച്ച ആദ്യ നദിയാണ് ഷിയോനാഥ് നദി. മഹാനദിയുടെ പോഷക നദിയാണ്. ബൊറാക്സ് എന്നത് ഏത് മൂലകത്തിന്റെ അയിരാണ്? ബൊറാക്സ് എന്നത് ഏത് മൂലകത്തിന്റെ അയിരാണ്? സോഡിയത്തിന്റെ അയിരാണ് ബൊറാക്സ് എന്നത്. സോഡിയം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ഷെട്ടിയാണ്. RK ഷൺമുഖം ഷെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം ഏതാണ്? രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം ഏതാണ്? സോയൂസ് T11 ആണ്. സോയൂസ് T11 ആണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം. 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. എല്ലാം തന്നെ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസുമാണ്. ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.
താങ്ക് യു.